ഇന്ന് നമ്മുടെ നിരീക്ഷകൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അരവിന്ദ് കെജ്രിവാളിന് പിന്നാലെ ആം ആദ്മി പാർട്ടിയും കുരുക്കിലാകുമോ? രാജ്യത്ത് ആദ്യമായി ഒരു പാർട്ടി തന്നെ പ്രതിപട്ടികയിൽ വരുന്ന നീക്കമാണ് ഇന്നലെ ഉണ്ടായത്. ഇഡിയുടെ നീക്കം യഥാർത്ഥത്തിൽ ശരിക്കും ആം ആദ്മി പാർട്ടി കുരുക്കിലാക്കാൻ തന്നെയാണ് എന്നാണ് ഡൽഹി റിപ്പോർട്ടുകളിൽ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് 24 ഒബ്സർവർ വി ദിലീപ് കുമാർ പരിശോധിക്കുന്നത്. ഗുഡ് മോർണിംഗ് വി ദിലീപ് കുമാർ, താങ്കളുടെ ഒബ്സർവേഷൻ ആരംഭിക്കാം. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. രാജ്യത്താദ്യമായി ഒരു രാഷ്ട്രീയ പാർട്ടി തന്നെ പ്രതിപട്ടികയിൽ വരുമോ? അങ്ങനെ വന്നാൽ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അംഗീകാരം ആ പാർട്ടിക്ക് റദ്ദാകുമോ? ഇത്തരം കാര്യങ്ങളാണ് ഇനി ഇപ്പോൾ രാഷ്ട്രീയ ലോകം ഉറ്റുനോക്കുന്നത്. കാരണം ആ വിധമുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ തന്നെ മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നു, കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നു. അത്തരം നീക്കങ്ങൾ ഉണ്ടായിരിക്കുന്നു. നേരത്തെ ഡൽഹി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയെ അറസ്റ്റ് ചെയ്തിരുന്നു, മന്ത്രി സത്യേന്ദ്ര ജെയിനെ അറസ്റ്റ് ചെയ്തിരുന്നു. അങ്ങനെ ഈ നിലയിലുള്ള നീക്കങ്ങളൊക്കെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് നടത്തുന്നത് ആത്യന്തികമായി അത് ആം ആദ്മി പാർട്ടിയിലേക്കാണോ ഇവരുടെ നീക്കങ്ങൾ എത്തുന്നത് എന്ന വിധത്തിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം ആം ആദ്മി പാർട്ടിയെ പ്രതിപട്ടികയിലേക്ക് വരുത്തുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു രാഷ്ട്രീയ പാർട്ടി എങ്ങനെ പ്രതിപട്ടികയിലാകും? കാരണം ഇതിന് ഇന്നലെ തന്നെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് വേണ്ടി ഹാജരായ പ്രമുഖ അഭിഭാഷകൻ SV രാജു അദ്ദേഹം കോടതിയിൽ വാദിച്ചത് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിൻ്റെ കാര്യത്തിൽ വൈക്കാരിയസ് ലയബിലിറ്റി എന്ന ഒരു നിയമപദമാണ്. അത് അദ്ദേഹത്തിന് മേൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ വ്യക്തിപരമായും അതോടൊപ്പം തന്നെ ഈ വൈക്കാരിയസ് ലയബിലിറ്റി പ്രകാരവും അദ്ദേഹം കുറ്റക്കാരനാണ്, പ്രതിസ്ഥാനത്ത് വരും എന്നാണ് ED സമർത്ഥിക്കുന്നത്. അത് വൈക്കാരിയസ് ലയബിലിറ്റി എന്ന് പറയുന്നത് പ്രധാനമായും മറ്റൊരാൾ ചെയ്യുന്ന കുറ്റത്തിൻ്റെ ഉത്തരവാദിത്വം അത് വേറൊരാളിലേക്ക് എത്തുന്നു എന്നതാണ് ഈ നിയമപദപ്രകാരമുള്ള ആ കുറ്റകൃത്യം. അത് അരവിന്ദ് കെജ്രിവാൾ യഥാർത്ഥത്തിൽ ആം ആദ്മി പാർട്ടിക്ക് വേണ്ടിയാണ് ഈ പണം സമാഹരിച്ചതും അതോടൊപ്പം തന്നെ അത് ഉപയോഗിച്ചിരിക്കുന്നതും. ഗോവ തെരഞ്ഞെടുപ്പിനാണ് ഈ മദ്യനയ അഴിമതി പ്രകാരം കിട്ടിയ 100 കോടിയിലധികം രൂപ വിനിയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഉത്തരവാദി ഈ ആം ആദ്മി പാർട്ടി കൂടിയാണ്. ആം ആദ്മി പാർട്ടിക്ക് നേട്ടമുണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഈ പണം അവരിൽ നിന്ന് വാങ്ങിയത് എന്നാണ് ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് പറയുന്നത്. പക്ഷേ അങ്ങനെയെങ്കിൽ രാഷ്ട്രീയ പാർട്ടിക്കെതിരെ നടപടിയെടുക്കാനാകുമോ? ഈ കമ്പനി നിയമപ്രകാരം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഈ അന്വേഷണത്തിൽ കോർപ്പറേറ്റുകൾക്കെതിരായിട്ടാണ് ഒരുപക്ഷെ ഈ കുറ്റം ചുമത്താൻ കഴിയുക. അത് കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ, ഈ പ്രതിപട്ടികയിൽ വരുന്ന ആളിൻ്റെ സ്ഥാപനം അതുമായി ബന്ധപ്പെട്ട് ഈ തട്ടിപ്പിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ ആ സ്ഥാപനത്തിനെതിരെ നടപടിയെടുക്കാൻ കഴിയും. അത് ഈ രാഷ്ട്രീയ പാർട്ടിക്ക് എങ്ങനെ ബാധകമാകും? അതിന് ഈ കമ്പനി നിയമത്തിൽ തന്നെ പറയുന്ന 29-ാം വകുപ്പിലെ ഒരു ഉപവകുപ്പ് പറയുന്നുണ്ട്. അത് ഒരു സ്ഥാപനമാകാം അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളാകാം ഈ പണം പ്രയോജനപ്പെടുത്തുന്നത്. അങ്ങനെയെങ്കിൽ ഈ ഒരു കൂട്ടം ആളുകളിൽ പെടുത്തിക്കൊണ്ട് അത് രാഷ്ട്രീയ പാർട്ടി രജിസ്റ്റർ ചെയ്യുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിർവചനത്തിൽ പെടുന്നതാണ് ഒരു കൂട്ടം ആളുകൾക്ക് ഇത്തരത്തിൽ ഒരു പാർട്ടി രൂപീകരിക്കാം എന്നുള്ളത്. അങ്ങനെ ആ ഒരു വ്യവസ്ഥ പ്രകാരം ഒരു കൂട്ടം ആളുകൾ എന്നതിൽ പെടുത്തിക്കൊണ്ട് എന്ന വകുപ്പിൽ പെടുത്തിക്കൊണ്ട് ആം ആദ്മി പാർട്ടിയെ പ്രതി ചേർക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്നാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. SK. ഓക്കെ, താങ്ക് യു വി ദിലീപ് കുമാർ. 24 ഒബ്സർവർ ഇനി നാളെ ഇതേ സമയം ഈ പരിപാടിയിൽ. ശ്രീകുമാർ ഒരു ചോദ്യം ചോദിക്കുന്നു. ലോറിയിൽ നിന്ന് കല്ല് വീണ് ബൈക്ക് യാത്രക്കാരൻ മരിച്ചതിന് സർക്കാർ എന്ത് ചെയ്തു? അതിൻ്റെ ലോറി ഉടമയിൽ നിന്നല്ലേ അതിൻ്റെ നഷ്ടപരിഹാരം വാങ്ങേണ്ടത്? തീർച്ചയായിട്ടുമല്ല. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ടത് സംസ്ഥാന സർക്കാരാണ് അല്ലെങ്കിൽ രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ നഷ്ടപരിഹാരം നൽകേണ്ടത് സ്റ്റേറ്റാണ്. സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ സർക്കാരാവാം അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരാവാം.